ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഇന്ന് ഡ്രീം ക്രിക്കറ്റുമായിട്ടാണ് വയസ്സ് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു RCB വേഴ്സസ് ചെന്നൈ സൂപ്പർ കിങ്സ് ഫൈനൽ നമ്മൾ കളിക്കുന്നു. അപ്പോൾ നമ്മൾ ഫൈനലായിട്ടാണ് വന്നിരിക്കുന്നത്. കാണുന്ന എല്ലാവരും ലൈക്ക്, ഷെയർ, സപ്പോർട്ട്. അപ്പോൾ നമുക്ക് ടീമിലോട്ട് പോവാം. ഇതാണ് ഗൈസ് എൻ്റെ ടീമിൻ്റെ റേറ്റിംഗ് അത്യാവശ്യമൊക്കെ ഉണ്ട്. 70 റേറ്റിംഗും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഗൈസ് വന്നിരിക്കുന്നത്. യെസ് അത്യാവശ്യം അടിപൊളി പ്ലേയേഴ്സൊക്കെ ഉള്ളൊരു ടീമാണ്. അപ്പോൾ നമുക്ക് നേരെ RCB വേഴ്സസ് CSK ഫൈനലിലോട്ട് കിടക്കാം. RCB നിങ്ങൾക്ക് അറിയായിരിക്കും, കഴിഞ്ഞ പാർട്ട് കണ്ടവർക്കൊക്കെ അറിയായിരിക്കും. ഫസ്റ്റ് മാച്ചും സെക്കൻഡ് മാച്ചും, അതിൽ ഫസ്റ്റ് മാച്ച് CSK എടുത്തു, സെക്കൻഡ് മാച്ച് RCB എടുത്തു. അതുകൊണ്ട് ഫൈനൽ വെക്കാൻ പറഞ്ഞിട്ടാണ് ഇപ്പം നമ്മൾ. അപ്പം കുറേ ടൈം, അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ടൈം ആ വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് അത്ര ടൈം 15 മിനിറ്റിൽ കൂടുതൽ പോക്കുന്നൊന്നും എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് നമുക്ക് പുതിയ പാർട്ടായിട്ട് വരാമായിരുന്നു. നമ്മൾ ബോളിംഗ് തന്നെ യൂസ് ചെയ്യും, സംശയമൊന്നും വേണ്ട. ആരൊക്കെയാ? ഷെയ്ഖ് റഷീദും ആയുഷ് മാത്രമേ ആയിരിക്കും ഗൈസ് ഓപ്പണർമാര്. ഷെയ്ഖ് റഷീദാണ്. രവീന്ദ്ര ആയുഷ് മാത്രമേ. ഷെയ്ഖ് റഷീദും അടിപൊളി ഓപ്പണേഴ്സുണ്ട്. പിന്നെ റച്ചിനെ കൊണ്ടുപോയിട്ട്. എന്നാലും കഴിഞ്ഞ കളി നമ്മുടെ RCB CSK സെക്കൻഡ് ലെഗ് RCB ജയിച്ച് 1/2 റൺസ്. അത് അടിപൊളി കളിയായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. എൻ്റെ മോനെ ഫസ്റ്റ് ബോൾ തന്നെ 4. ഷെയ്ഖ് റഷീദ് അതാ എൻ്റെ 6 4. അടാ 6 ജോസിന് നല്ല അടി കിട്ടുന്നില്ലല്ലോ. അവിടെ ഷെയ്ഖ് റഷീദാണോ ഒരു യോർക്കർ ഇറങ്ങിയിട്ട്, അല്ലെങ്കിൽ കാലിൽ വെക്കുന്ന LBW വാങ്ങി, അല്ലെങ്കിൽ സ്റ്റെമ്പൊന്ന് തെറിപ്പിക്കുക, എന്തേലൊക്കെ ചെയ്യട്ടോ. ഈ ഹെസൽവുഡിനെ കൊണ്ട് എപ്പോഴും കഷ്ടമാണ്. കഴിഞ്ഞ കളി RCBക്ക് ഹെസൽവുഡ് ഉണ്ടായിരുന്നില്ല കളിക്കാൻ. പുതിയ പ്ലെയർ ആയിരുന്നുണ്ടായിരുന്നു, ലുങ്കി നിഗ്ഡിയോ അങ്ങനത്തെ പ്ലെയർ. ഓന് അത്യാവശ്യം 3 വിക്കറ്റ് ഒറ്റെടുത്തു. നല്ല പ്ലെയർ ആയിരുന്നു. എല്ലാവരും വരെയൊക്കെ കളിച്ച് ഫസ്റ്റ് ബാറ്റിംഗ് എടുത്ത RCB ഭയങ്കര കളിയായിരുന്നു. ജഡേജയൊക്കെ അടിപൊളി കളിയായിരുന്നു. ആഷ് മാത്രം 94 എടുത്തിട്ട് ഔട്ടായിപ്പോയി. അതിൻ്റെ അമ്പയറിന് ചില മിസ്റ്റേക്കൊക്കെ വന്നിരുന്നു. LBW മിസ്സിങ് ആയിട്ട് ഹിറ്റിങ് കുറച്ചവർക്ക് റിവ്യൂ ഒന്നും കൊടുത്തില്ല. അതുപോലെ തന്നെ റണ്ണൗട്ട് ഗ്രീസിനുള്ളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അത് ഔട്ടായിട്ടൊക്കെ തന്നെയാണ് പറഞ്ഞത്. എന്തോ ഞാൻ കളി മുഴുവൻ കണ്ടില്ല, എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞതാണ്. എത്ര ഇപ്പം 14 റൺസ്. 4 കൊണ്ട് 14 റൺസ്. ഹെസൽവുഡ് നീ കളി മിടുക്കനാണെന്ന് നിവിടീനൊക്കെ അറിയിക്കാതെ. Oh my God, what a play. എൻ്റെ മോനെ മൂന്നെടുത്തത് ഇവന്മാര്. ഈക്കിളി പൊട്ടിയെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ആരാ? കൃണാൽ പാണ്ഡ്യനെ എടുത്താലോ? കൃണാൽ പാണ്ഡ്യ അടിപൊളി. സ്പിന്നർമാരേൽ ബാറ്റർമാർക്കധികം അടിച്ച് നിൽക്കാനാവില്ല. ആ കളിയിൽ വേറൊരു ഇതുണ്ടായിരുന്നു. കണ്ടോ, ഞാൻ പറഞ്ഞില്ല അധികം അടിക്കാൻ പറ്റൂല സ്പിന്നർമാരേൽ. ഈ ബോൾ വിക്കറ്റ് ആയതല്ല സുഖമുണ്ടായിരുന്നു. ചാൻസ് ഇല്ല. എടാ വിക്കറ്റ്! ഓ മൈ ഗോഡ്! എടാ ഞാൻ പറഞ്ഞതല്ലേ ഈ ബോൾ വിക്കറ്റ് അടിപൊളിയിരിക്കുന്നു. എന്ത് പോനെ അവിടെ വിക്കറ്റടാ. ഒപ്പം എനിക്ക് പുതിയൊരു കഴിവുണ്ട്, ഭാവി കാലം അറിയാനുള്ള കഴിവ്. ആയുഷ് മാത്രേ ആൻഡ് ഷെയ്ഖ് റഷീദ്. കുറുനാളിന് നല്ല അടിയിട്ട ചാൻസ് ഉണ്ട്, ഉറപ്പ്. ആയുഷ് മാത്രം എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞില്ലേ, ആയുഷ് മാത്രക്ക് സ്പിന്നർ പേസർ അങ്ങനെയൊന്നുമില്ല, അടിച്ചാൽ മതി, അത്രേ ഉള്ളൂ. നല്ലൊരു യങ് ബാറ്റ്സ്മാനാണ് ആയുഷ് മാത്രയും വൈഭവ് സൂര്യവംശിയൊക്കെ. വേറൊരു കാര്യമുണ്ട്, 100 അടിച്ച പ്രിയാൻഷാര്യ ഡക്കായിക്ക്, 100 അടിച്ച ഇഷാൻ കിഷൻ ഡക്കായിക്ക്, 100 അടിച്ച വൈഭവ് ഡക്കായിക്ക്.
ലോജിക് മാലു. അഭിഷേകും ഡക്കയ്ക്കും തോന്നുന്നു. ഈ കളിയിൽ 141 റൺസ് എടുത്തില്ല ഈ സീസണിൽ. അഭിഷേക് വേഴ്സസ് പഞ്ചാബ് കിങ്സ്. എൻ്റെ മോനടെ ഹാട്രിക് ബൗണ്ടറി കടിക്കുന്നട ഈ ചെക്കൻ. എന്നെക്കൊണ്ട് ഒരു ഗോളും കൂടെ. അത് കഴിഞ്ഞാൽ നമ്മുടെ സാമ്രാട്ട്. ഇതും ബൗണ്ടറി ആയിരിക്കും. അത് ഈസി ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിച്ചു. ഇത് 3 ബൗണ്ടറി ആണെങ്കിൽ പിന്നെ ഇത് ബൗണ്ടറി അല്ലാതിരിക്കുമോ? കാരണം അത് ആയുഷ് മാത്രമേ. ഫിൽ സാൾട്ട് ഓൺ സ്ട്രൈക്ക്. വിരാട് കോഹ്ലി ഓൺ സ്ട്രൈക്ക്. ഫസ്റ്റ് ബോൾ തന്നെ ഒന്ന് അടിക്കണേ ഈ സാമി. ആഹാ യു ആർ ബടാ ബയ്യ ഹേ. ഫസ്റ്റ് ബോൾ തന്നെ കുറെ അടിച്ചിട്ടുണ്ട്. വിരാട് കോഹ്ലി മൈ ഫേവറേറ്റ് പ്ലെയർ ഗൈസ്. എൻ്റെ ഫേവറേറ്റ് പ്ലെയറാണ്. യെസ് ഗൈസ്. അങ്ങനെ വിരാട് കോഹ്ലി വന്നപ്പോഴത്തേക്ക് സ്വീപ്പ് 4 അടിച്ചിരിക്കുന്നു. വിരാട് കോഹ്ലി സ്വീപ്പ് 4 ഒന്നും അടിക്കലില്ല. ഇതെങ്ങനെ അടിച്ചതെന്ന് അറിയില്ല. അതൊന്നും അടിക്കലില്ല. ഇപ്പം എങ്ങനെ അടിച്ചതെന്നും അറിയില്ല ഗൈസ്. എൻ്റെ മോനെ ദി സെക്കൻഡ് ബൗണ്ടറി. വിരാട് കോഹ്ലി ദേവദൂത പാടി. ഫിൽ സാൾട്ടൊക്കെ എങ്ങനെയെങ്കിലും ഔട്ടായി കിട്ടിയാൽ മതിയായിരുന്നു ഗൈസ്. കാരണം അവനൊന്നും കളിയില്ല തീരെ. 3 ബോളിൽ 10 റൺസ്. ആഹാ വാട്ട് എ പ്ലേയിങ് യാർ. എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ് കോഹ്ലിയുടെ പ്ലേയിങ്. അവിടെ പ്ലെയറുണ്ട് ഗൈസ്. നൂബി ബാബി ബിംബോ. അഗെയിൻ 2 റൺസ്. ഐ ആം 2 റൺസ്. 13 റൺസ് ആയിട്ടുള്ളൂ. 22 റൺസ് ഫ്രം 7 ബോൾ ഗൈസ്. അപ്പോൾ നമ്മൾക്ക് പൂർണ്ണമായി വിധിക്കാം ഈ കളി നമ്മൾ സാമി തോട്ട്. റൺഔട്ട് ആരാ? അയ്യോ വിരാട് കോഹ്ലി പോരുതേ. ആരോയെ സാൾട്ട് സമാധാനം. ഓവർ ടേണാണ് എറിയുന്നത്. ദേവദൂത പടിക്കൽ ബാറ്റിംഗ്. ദേവദൂത പടിക്കൽ ഫസ്റ്റ് ബോളിൽ ബൗണ്ടറി. 5 ബോളിൽ 17 റൺസ്. അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി CSKനോട് തോക്കുക അത്ര തന്നെ. ഈ കളി ഒന്ന് ആഞ്ഞു പിടിച്ചാലേ ജയിക്കാൻ കഴിയൂ ഗൈസ്. ഗ്യാപ്പ് നോക്കി അടിക്കണ്ടല്ലോ, അത് മതി. ഒരു ബൗണ്ടറി കിട്ടി. അത് ആ ബൗണ്ടറിൻ്റെ തൊട്ട് മുമ്പിൽ നിന്നാലും നമ്മൾ 4 ഓടി എടുക്കും. അതാണ് നമ്മുടെ കഴിവ്. ആരപ്പോൾ അറിയാം. ശരിയാ. 13 റൺസ് ഫ്രം 4 ബോൾ. ഈസിയാന്നൊന്നും പറയാൻ കഴിയൂല. എന്നാലും നമുക്കൊന്ന് എടുക്കാൻ ശ്രമിക്കാം ഗൈസ്. എടാ ഓട്. കോഹ്ലി ഇപ്പോൾ പോവും. യെസ്, എനിക്ക് തോന്നീനു. രജത് പട്ടിദർ ആൻഡ് ദേവദത്ത് പടിക്കൽ. ആരപ്പോൾ ബാറ്റ് ചെയ്യുന്ന? പഠിക്കലോ? പഠിക്കലിൻ്റെ അർത്ഥം എന്തോ പഠിക്കൂലാത്തതുകൊണ്ടാണോ RCB കയറിയത്? പഠിക്കൂലാത്തതുകൊണ്ട് അവനെ ഇവലെടുത്തേ. പഠിക്കൽ എന്നെല്ലാം പേര്. യെസ് ഗൈസ്, 4 റൺസ്. 2 ബോളിൽ 6 റൺസ്. എൻ്റെ പൊന്നോ, ഈ കളി എന്താകും? റിക്കവറി റൺ റേറ്റ് 18.00. എടാ ഇതൊന്ന് 4 പോവോ? യെസ്. ഇനി 1 റൺസ് എടുത്താലും നമ്മൾ സമനിലയാവും ഗൈസ്. യെസ്, ദാറ്റ് വാസ് ദി പവർ ഓഫ് RCB. ഇതൊരു 4 അല്ലെങ്കിൽ ഡബിൾ ആയിരിക്കും ഗൈസ്. അതാണ് എൻ്റെ ഭാവി പ്രഡിക്റ്റർ. യെസ് ഗൈസ്, ഈസി ഡബിൾ. അതാണ് എൻ്റെ ഭാവി പ്രഡിക്റ്ററിൻ്റെ കഴിവ്. വി വിൻ ദി മാച്ച് ഗൈസ്. അങ്ങനെ നമ്മൾ ഈ കളി ജയിച്ചിരിക്കുന്നു. യെസ്, ദാറ്റ് വാസ് മൈ പവർ ഓഫ് RCB. യെസ്. കോഹ്ലിൻ്റെയും പടിക്കലിൻ്റെയും പാർട്ണർഷിപ്പായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെങ്കിലും രജത് പട്ടിദറിൻ്റെ പാർട്ണർഷിപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്.
ദേവദത്ത് പാടിക്കൽ, വിരാട് കോഹ്ലി, ഫിൽ സാൾട്ട്, പട്ടിദർ 0 റൺസ് തോന്നുന്നുണ്ട്. ഓക്കെ ഗായ്സ്, അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇനി നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വരും. അതുവരെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായിട്ടായി പിന്നെ വരാം.